നമ്മളൊക്കൊന്നും അറിയില്ല, നമുക്കൊന്നും അറിയത്തില്ല. അന്ന് സർക്കാരുമായിട്ട് ആലോചിക്കാതെ ഏകപക്ഷീയമായി പറയുന്ന കാര്യമാണ്. സർക്കാരുമായിട്ട് ഇതുവരെ അത്ര ഒരു ആലോചന നടന്നിട്ടില്ല. സർക്കാരിന്റെ പരിഗണനയിലും ആ കാര്യമില്ല. സർക്കാരിന്റെ പരിഗണനയിൽ ആ കാര്യമില്ല. സർക്കാരുമായിട്ട് അവർ ആലോചിക്കാതെ അവർ പത്രവാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തിനാ പ്രതികരിക്കുന്നത്? സർക്കാരിന്റെ പരിഗണനയിലില്ല അങ്ങനെ ഒരു വിഷയം. അല്ലെന്ന് എന്തിനാ ഇപ്പൊ ആലോചിക്കുന്നത്? അങ്ങനെ ഒരു ആലോചന സർക്കാരിന്റെ പരിഗണനയിലില്ല. ആ വിഷയമില്ല. അവരാലോചിച്ചാൽ പോരല്ലോ, സർക്കാർ ആലോചിക്കണ്ടേ? അതറിയില്ല, എനിക്കറിയില്ല. അത് അവരോട് ചോദിക്കണം. നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ട്. ഞാൻ ഇന്ന് രാവിലെ പത്രവാർത്ത കണ്ടിട്ടാണ് അറിയുന്നത്. അങ്ങനെയല്ലല്ലോ അറിയണ്ടത്. അല്ലല്ല, ആര് സർക്കാർ അറിഞ്ഞിട്ടില്ല ഈ കാര്യം. സർക്കാർ അറിയാതെ അവർക്ക് അവര് തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ അതിൻ്റെ അത് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. സർക്കാരിന്റെ കൂടി പങ്കാളിത്തത്തിൽ തീർച്ചയായിട്ടും എല്ലാവരും വളരെ നമുക്കൊരു പ്രകൃതി ദുരന്തം ഉണ്ടായി, അതിന്റെ ഒരു സങ്കടവും വിഷമമൊക്കെ ഉണ്ട്. എങ്കിലും എല്ലാ സങ്കടങ്ങളും മറന്ന് ഓണത്തിന്റെ ആഘോഷങ്ങളിൽ ആളുകൾ ഒത്തുകൂടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ അത് സർക്കാരും വളരെ ശ്രദ്ധയോടുകൂടി അതിന്റെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. വളരെ ശ്രദ്ധയോടുകൂടി ഇത്രയും വലിയ ഒരു ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയും ഓണത്തിനൊരു ക്ഷീണവും ഏൽപ്പിക്കാതെ അതിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള, ജനങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ പരമാവധി ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ സർക്കാർ കൂടെ ഉണ്ട് ഓണാഘോഷം. തീർച്ചയായിട്ടും അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയല്ല. അതിന്റെ പ്രോസസ് നേരത്തെയാണ് കൊടുക്കുന്നത്. അതായത് 25-ാം തീയതി കഴിഞ്ഞതിന് ശേഷം അടുത്ത മാസം 1-ാം തീയതിക്ക് കൊടുക്കേണ്ട പെൻഷൻ ഈ മാസം നേരത്തെ കൊടുത്തു തുടങ്ങുകയാണ്. ഓണം ആയതുകൊണ്ട് മനസ്സിലായില്ലേ? നേരത്തെ കൊടുക്കുകയാണ്. അത് വൈകിന്ന് പറയല്ലേ? അതേപോലെ തന്നെ റിപ്പോർട്ട് താങ്കളുടെ പരിഗണനയിലേക്ക് വരികയാണെങ്കിൽ മെസ്സി വിവാദം സംബന്ധിച്ച് എന്താണ് അത് പരിഗണന കിട്ടിയിട്ടുണ്ട്. അതൊരു തീരുമാനം സർക്കാർ എടുത്തിട്ട് നിങ്ങൾ അറിയിക്കും. എപ്പോഴാണ് അത് ഉടനെ തന്നെ ഉണ്ടാവും, താമസിക്കില്ല. അതുപോലെ തന്നെ ഞാൻ സ്ഥലത്തില്ലായിരുന്നോണ്ടാണ്. ഇഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വീണയ്ക്കെതിരെ കൂടുതൽ അന്വേഷണം വരുന്നു. സിഎമ്മിന്റെ ശ്രദ്ധയിലൊന്നും പെട്ടിരുന്നോ? ഞങ്ങളിങ്ങനെ നിങ്ങൾക്കൊക്കെ വാർത്തയൊക്കെ തരുന്നതുകൊണ്ട് നമ്മളും വായിക്കാറുണ്ട്. ആ വാർത്തയും വായിച്ചു. അവര് പ്രതികരിക്കട്ടെ, ബന്ധപ്പെട്ട ആളുകൾ പ്രതികരിക്കട്ടെ. അദ്ദേഹം ഞങ്ങളൊന്നും മുന്നോട്ട് വയ്ക്കുന്നില്ല. അദ്ദേഹം അവര് പ്രതികരിക്കട്ടെ തന്നെ, പ്രതികരിക്കട്ടെ. ഒരു അന്വേഷണം നടക്കില്ലേ? ഞാൻ ആ അന്വേഷണത്തിന്റെ ഇടയിൽ കയറി മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ചൊരു കമന്റ് പറയുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. പിന്നെ ആളുകൾ കാണുന്നുണ്ടല്ലോ, എല്ലാവരും കാണുന്നുണ്ടല്ലോ. അവര് പറയുന്നതും അവരുടെ പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം ആളുകൾ തിരിച്ചറിയുന്നുണ്ടല്ലോ. അതറിയട്ടെ. ഞാനൊരു അന്വേഷണം, ഒരു ഏജൻസി, കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തുന്നതിന്റെ ഇടയിൽ ഞാൻ ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊരു കമന്റ് പറയുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. പുനർജനി വലിയ വിവാദമായിരുന്നു. പിന്നീട് ക്ലീൻ ചിറ്റ് താങ്കൾക്ക് ആഭ്യന്തര വകുപ്പ് അല്ല നൽകിയത്, എനിക്ക് കഴിഞ്ഞ സർക്കാരാണ് ക്ലീൻ ചിറ്റ് നൽകിയത്. അതിവിടെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 5 വീടുകളുടെ ശിലാസ്ഥാപനമാണ് ഇന്ന് രാവിലെ നടക്കുന്നത്. വേറെ ഒരു 5 വീടുകളുടെയും പിന്നെ ഒരു 4 വീടിന്റെ ഫ്ളാറ്റിന്റെയും പണി ഇപ്പൊ പൂർത്തിയാകാറായി. അതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിലും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുക. അത് മുന്നോട്ട് പോകും. അത് അവര് തന്നെ അന്വേഷിച്ച് അവര് തന്നെ കണ്ടെത്തി ഒന്നുമില്ലെന്ന്, വീണ്ടും അവരൊന്നും കൂടി അന്വേഷിച്ച് വീണ്ടും കണ്ടെത്തി ഒന്നുമില്ലെന്ന്. ഇത്രയേ ഉള്ളൂ. അതങ്ങനെ പറയുമല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലാണല്ലോ ഈ രാഷ്ട്രീയത്തിലെ ഒരു പ്രശ്നം. അതാണല്ലോ, അവരുടെ മുമ്പിൽ 2 വിജിലൻസ് ഡയറക്ടർമാരുടെയും റിപ്പോർട്ട് ഇരിക്കുമ്പോഴാണ് അവർ തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്കെതിരായിട്ട് പ്രചരണം നടത്തിയത്. അവരന്വേഷിച്ച അവരുടെ പോലീസിന്റെ 2 വിജിലൻസ് ഡയറക്ടർമാര് ഇത് പൂർണ്ണമായും നന്നായി നടത്തിയ ഒരു പദ്ധതിയാണ് എന്നാണ്. ഞാൻ ഒരിക്കലും ഇത് രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ഒരിക്കലും പറയില്ല. അന്വേഷിച്ചോളാനാ പറഞ്ഞത്. അന്വേഷിച്ച് ക്ലീൻ ചിറ്റ് കിട്ടുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ടായി. ഞാൻ എന്റെ പ്രസംഗം നിങ്ങൾ എടുത്തു നോക്ക്. ഏത് ഏജൻസി അന്വേഷിച്ചാലും അതിനൊരു ക്ലീൻ ചിറ്റ് കിട്ടും, അവരെ അഭിനന്ദിക്കൂടി ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അസംബ്ലിയിൽ. ഞാൻ CBI അന്വേഷണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ CBI കൂടി അന്വേഷിക്കട്ടെ. ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ കമന്റ് പറയുന്നത്? ഇതെല്ലാം നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതിലൊന്നും വരില്ല എന്നറിയാം. നേരത്തെ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അതുവരെ ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ ലിസ്റ്റ് കൊടുത്ത് ഇനി പുതിയത് നമ്മൾ കൊടുക്കണം. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 100-150ഓളം വീടുകൾ നമ്മൾ പൂർത്തിയാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പൂർത്തിയാക്കാൻ വേണ്ടി വീട് പണി, കാരണം ലൈഫ് പദ്ധതിയിലേക്ക് 4 ലക്ഷം രൂപ കിട്ടുന്നുള്ളത് പൂർത്തിയാക്കാൻ പറ്റുന്നത്. അത് പൂർത്തിയാക്കാൻ വേണ്ടി 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ നിരവധി വീടുകൾക്ക് 100-ലധികം 150ഓളം വീടുകൾക്കായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ തീരെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമ്മളിതിപ്പോൾ 450 സ്ക്വയർ ഫീറ്റാണ് വീട്. ഇന്ന്
5 വീടുകളുടെ ശിലാസ്ഥാപനമുണ്ട്.